തിരികെ വാർത്തകളിലേക്ക്. ചിട്ടി കേസുമായി ബന്ധപ്പെട്ട് വ്യാജ സീലും വ്യാജ ഒപ്പുമടക്കം വ്യാജരേഖ നിർമ്മിച്ചതിന് ഗോകുലം ഗോപാലിനെതിരെ കേസ്. പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് ബഷീറിന്റെ പരാതിയിൽ കേസെടുക്കാതിരുന്ന പോലീസ് പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിന് പിന്നാലെയാണ് കേസെടുത്തത്. ഗോകുലം ഗോപാലിനും ഭാര്യയും അടക്കം ഗോകുലം ചിറ്റ് ഫണ്ടിലെ ഡയറക്ടർമാരെല്ലാം കേസിൽ പ്രതികളാണ്. എഫ്ഐആറിന്റെയും വ്യാജരേഖയുടെയും പകർപ്പ് മീഡിയ വണ്ണിന്. കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം വിവരങ്ങൾ പങ്കുവയ്ക്കും. അസ്ലം, ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? പെരിന്തൽമണ്ണ പോലീസ് ഇന്നലെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. IPCയിലെ 198, 193, 463 തുടങ്ങി നിരവധി വകുപ്പുകളും ചിറ്റ് ഫണ്ട് ആക്ടിലെ 76, 79 വകുപ്പുകളും ചുമത്തിയിട്ടാണ് ഗോകുലം ഗോപാലൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ജലജ ഗോപാലൻ, അതോടൊപ്പം ബൈജു ഗോപാലൻ തുടങ്ങി 11ഓളം ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പെരിന്തൽമണ്ണ ഗോകുലം ചിട്ട ബ്രാഞ്ചിലെ ഫോർമാൻ അടക്കം 12 പേരെ പ്രതിയാക്കിയിട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ കേസിന് ആധാരമായ പരാതി എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ സ്വദേശിയായ മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ആൾ പെരിന്തൽമണ്ണയിലെ ബ്രാഞ്ചിൽ നിന്നും ഗോകുലം ചിറ്റ് ഫണ്ട് ബ്രാഞ്ചിൽ നിന്നും ചിട്ടി എടുത്തിരുന്നു. അതിൽ അയാൾക്ക് കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള ഒരു തർക്കം നടക്കുന്നതാണ്. കാരണം 48 ലക്ഷം രൂപയാണ് അടയ്ക്കാനുള്ളതെന്ന് ബഷീറും 98 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് ഗോകുലവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു. ചെന്നൈയിലെ ആർബിട്രേഷൻ കോടതിയിലാണ് സംബന്ധിച്ചുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ചില തെളിവുകൾ എന്ന അർത്ഥത്തിൽ തന്നെ ഗോകുലം ചിറ്റ് ഫണ്ട് ഹാജരാക്കിയ ചില രേഖകളിൽ വ്യാജമാണെന്ന് കണ്ടതിനെ തുടർന്നാണ് ഈ മുഹമ്മദ് ബഷീർ പരാതി കൊടുത്ത് പെരിന്തൽമണ്ണ പോലീസിൽ പരാതി കൊടുത്തത്. അതായത് ഇതിൽ ആദ്യം സമർപ്പിച്ച ചിട്ടി രേഖയിൽ തമിഴ്നാട് ചിറ്റ് രജിസ്ട്രാറുടെ ഒരു സീല് ഉണ്ടായിരുന്നു. അത് വ്യാജമാണെന്ന് സംശയം ഉയർന്നു. മാത്രമല്ല ഈ ചിട്ടി ലേലം സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കിയതിൽ ഈ ബഷീർ എന്നൊരാളുടെ ഒപ്പ് വ്യാജമായിട്ട് നൽകിയിരുന്നു. മാത്രമല്ല ബിജിത എന്ന് പറയുന്ന ഒരാളുടെ ഒപ്പും വ്യാജമായി നൽകിയിരുന്നു. അങ്ങനെ വ്യാജ ഒപ്പും വ്യാജ സീലും അടക്കം വ്യാജരേഖ നിർമ്മിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് പെരിന്തൽമണ്ണ പോലീസിൽ ബഷീർ പരാതി നൽകുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് പരാതി നൽകിയത്. അതേസമയം പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് മലപ്പുറം SP-ക്ക് പരാതി രേഖ മൂലം നൽകി. തുടർന്നും പരാതി കേസെടുക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് പെരിന്തൽമണ്ണ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മുഹമ്മദ് ബഷീർ സമീപിക്കുന്നത്. അങ്ങനെ ഇന്നലെ മെനയാന്നാണ് കോടതി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിടുന്നത്. അങ്ങനെയാണ് ഇന്നലെ FIR ഇട്ടിരിക്കുന്നത്. ഇതിൽ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ചിട്ടി നടത്തിപ്പ് സംബന്ധിച്ച് ഗോകുലം ചിറ്റ് ഫണ്ടിന്റെ ചിട്ടി നടത്തിപ്പ് സംബന്ധിച്ചിട്ട് നിരവധി പരാതികളുണ്ട്. അതേസമയം ഇത്തരം കാര്യങ്ങളൊക്കെ പരാതിയും കേസും വരുമ്പോൾ പലപ്പോഴും സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുകയായിരുന്നു പതിവ്. അതേസമയം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായി തന്നെ ആർബിട്രേഷൻ കോടതിയിൽ കൃത്യമായി പരാതികൾ അതിൻ്റെ കേസ് നടത്തിപ്പ് ഫോളോ ചെയ്തപ്പോഴാണ് ഇതിൽ പല രേഖകളും തെറ്റായ രേഖകൾ ഹാജരാക്കിക്കൊണ്ടാണ് ഈ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ തന്നെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ആർബിട്രേഷൻ കോടതിയിൽ ആദ്യം കൊടുത്ത ഒരു ചിറ്റ് രജിസ്ട്രാറിൽ ആദ്യം കൊടുത്ത രേഖയിൽ ഈ ചിട്ടിയുടെ ഈ പറയപ്പെടുന്ന ബഷീറുമായി ബന്ധപ്പെട്ട ചിട്ടിയുടെ ലേലം നടന്നത് ഫെബ്രുവരി 30 രീതിയിൽ ഒരു രേഖ കൊടുത്തിരുന്നു. നമുക്കറിയാം ഫെബ്രുവരി 28 അല്ലെങ്കിൽ പരമാവധി 29 വരെ ഉണ്ടാവുന്ന തീയതിയിൽ മാസത്തിൽ 30 ഫെബ്രുവരി എന്ന രീതിയിൽ ലേലം നടന്ന രീതിയിൽ ഒരു രേഖ ഹാജരാക്കുന്നു. അത്തരത്തിൽ പലപ്പോഴും തെറ്റായ വിവരങ്ങളും തെറ്റായ രേഖകളും വെച്ചുകൊണ്ടാണ് ഈ കേസിന് പോകുന്ന ആൾക്കാരെ മറികടക്കുന്നത്. കാരണം കാര്യം ചിട്ടി നടത്തിപ്പോൾ അതിൻ്റെ ശരിയായ രീതിയിലെല്ലാം നടക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. എന്നാൽ ഈ സംബന്ധിച്ചുള്ള പരാതികൾ കേസെടുക്കാൻ കേരള പോലീസ് അസ്ലം ഗുരുതരമായ ആരോപണങ്ങളാണ് വരുന്നത്. നേരത്തെയും ഇത്തരത്തിൽ നിരവധി പരാതികൾ ഉണ്ടായിരുന്നെങ്കിലും ഉന്നത സ്വാധീനം വെച്ച് പോലീസിനെയൊക്കെ തന്നെ മറയാക്കി അത്തരത്തിൽ ഈ കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ കൂടി വരുന്നു അല്ലേ? തീർച്ചയായും. നേരത്തെ കഴിഞ്ഞ വർഷം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് 5 കേസുകൾ ചിട്ടി നടത്തിപ്പ് വ്യാജ ചിട്ടി അല്ലെങ്കിൽ അംഗീകാരമില്ലാത്ത ചിട്ടി നടത്തിപ്പ് കണ്ടുപിടിച്ച് സംബന്ധിച്ച 5 കേസുകൾ ഗോകുലം ഗോപാലിനെതിരെ കൊല്ലത്ത് പോലീസ് എടുത്തിരുന്നു, കരുനാഗപ്പള്ളി പോലീസ് എടുത്തിരുന്നു. അത് പിന്നീട് കുറ്റപത്രം സമർപ്പിച്ചെങ്കിൽ പോലും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി നിർദ്ദേശം നൽകുകയും തുടർന്ന് കോടതി പോവുകയും കേസ് പിൻവലിക്കുകയും ചെയ്ത വാർത്തയൊക്കെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അർത്ഥത്തിൽ വലിയ സ്വാധീനം കേരള പോലീസിൽ സർക്കാരിലൊക്കെ തന്നെയും ചെലുത്തുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിലും പരാതി 2024 ഓഗസ്റ്റിൽ പരാതി നൽകിയിട്ട് പോലും SP-ക്ക് പരാതി നൽകിയിട്ട് പോലും കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും വ്യാജരേഖ നിർമ്മിച്ചത്, വ്യാജ സീല്, അതും തമിഴ്നാട് സർക്കാരിൻ്റെ വ്യാജ സീല് നിർമ്മിച്ചതും വ്യാജ വ്യക്തികളുടെ വ്യാജ ഒപ്പിട്ടതും ഉൾപ്പെടെ ആ വ്യാജരേഖ സമർപ്പിച്ചതിനാണ് IPCയുടെ വിവിധ വകുപ്പുകൾ പ്രകാരവും അതുപോലെ തന്നെ ചിറ്റ് ഫണ്ട് ആക്ടിലെ വകുപ്പുകൾ പ്രകാരവും കേസെടുത്തിരിക്കുന്നത്. ഗോകുലം ഗോപാലിന് 1ാമത്തെ പ്രതിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കം മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളെല്ലാം പ്രതികളാണ്. അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ ശാഖയിലെ ഫോർമാൻ
അയാളും പ്രതിയാവുന്ന 12 പേർ പ്രതിയാവുന്ന രീതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും കേസ് ഇതുവരെ എടുക്കാൻ മടിച്ചിരുന്ന പോലീസ് എങ്ങനെ അന്വേഷിക്കും, ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നതാണ് ഇനി നോക്കേണ്ടത്. എന്തായാലും കോടതിയുടെ നിർദ്ദേശമുള്ളതിനാൽ തന്നെ കേസ് മുന്നോട്ട് പോകുന്ന പ്രതീക്ഷയിലാണ് പരാതിക്കാരനുള്ളത്. ഇല്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാനും അവർ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായും ഗോകുലം ഗോപാലിന് അടക്കമുള്ള ആളുകൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഇനി കേസ് എങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് അറിയേണ്ടത്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്.